ഹലോ നമസ്കാരം, സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകൾ തന്നെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ സംസാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ 19-ാം തീയതി വെള്ളിയാഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് മത്സരം നടക്കുന്നത്. ഒഡീഷ എഫ്സിക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരിക്കുന്നത്. നോക്കൗട്ട് മത്സരമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു മത്സരം തന്നെയാണ്. അപ്പോൾ ആ ഒരു മത്സരത്തെക്കുറിച്ച് കുറച്ച് അപ്ഡേറ്റുകളാണ് ആദ്യം പറയാൻ പോകുന്നത്. മത്സരം ഒഡീഷയിലാണ് നടക്കുന്നത്. ഒഡീഷയിലേക്ക് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഒഡീഷയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രസ് മാച്ച് കോൺഫറൻസ് നടക്കുന്നത്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിട്ടുള്ള ഇവാൻ ഉക്കോമാനോവിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള മുഹമ്മദ് ഐമനുമാണ് ആ ഒരു പ്രസ് മാച്ച് കോൺഫറൻസിൽ പങ്കെടുക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് പ്രസ് മാച്ച് കോൺഫറൻസ് നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് കോച്ചായിട്ടുള്ള ഇവാൻ ഉക്കോമാനോവിച്ചും മുഹമ്മദ് ഐമനും പറഞ്ഞ കാര്യങ്ങൾ നാളെ പുറത്തു വരുന്നതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അടുത്ത അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്ട്രൈക്കറായിട്ടുള്ള ദിമിത്രിയോസ് ഡെമൻഡോഗോസിൻ്റെ അപ്ഡേറ്റ് ആണ്. താരം കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും പരിക്ക് കാരണം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ താരം ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ഒഡീഷയിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താരം പ്ലേ ഓഫ് മത്സരം കളിക്കുമെന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത്. ടീമിനോടൊപ്പം എന്തായാലും ദിമിയുണ്ട്. മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മിക്കവാറും കോച്ച് ഇവാൻ നാളെ പ്രസ് മാച്ച് കോൺഫറൻസിൽ അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് തരാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തതായി പറയാൻ പോകുന്നത് അഡ്രിയാൻ ലൂണയാണ്. അഡ്രിയാൻ ലൂണ പ്ലേ ഓഫിൽ കളിക്കുമെന്ന റിപ്പോർട്ടുകളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. അപ്പോൾ താരവും നിലവിൽ ടീമിനോടൊപ്പം ട്രാവൽ ചെയ്തിട്ടുണ്ട്. അഡ്രിയാൻ ലൂണയും ആ ഒരു മത്സരത്തിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത്. അതായത് ലൂണ എത്തുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അതൊരു വലിയൊരു ആശ്വാസമാണ്, ഒരു വലിയൊരു ആത്മവിശ്വാസമാണ്. കാരണം ലൂണ ഇടുന്ന എഫേർട്ട് എന്ന് പറയുന്നത് അത്രത്തോളമാണ്. അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അല്ല, ലൂണ തിരിച്ചെത്തുന്നതോടെ ഒരു മികച്ച പ്രകടനം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്ന ഒരു വീഡിയോയിൽ ലൂണ തന്നെ പറയുന്നുണ്ടായിരുന്നു ടീമിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നതിൽ സന്തോഷവാനാണെന്നും കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു മത്സരമാണ് നമുക്ക് വരാൻ പോകുന്നതെന്നും ലൂണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. മികച്ചൊരു ആവേശകരമായ ഒരു മത്സരം നമുക്ക് കാണാൻ സാധിക്കും. ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചുകൊണ്ട് സെമി ഫൈനലിലേക്ക് കയറാൻ പറ്റുമെന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വിശ്വസിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്ത് വെക്കുക.